ഏമ്പക്കം കൂടിയാൽ ആരോഗ്യത്തിന് ദോഷമാണോ? നമ്മുടെ ഓരോ ശാരീരിക പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ നാം ഏമ്പക്കം വിടുന്നതിൻ്റെ പ്രാധാന്യത്തെയും അതിൽ വരാവുന്ന അസാധാരണത്വത്തെയും കുറിച്ചറിയാം. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏമ്പക്കം കൂടിയാൽ അപകടമാണോ? വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട്. ഏമ്പക്കം വിടുന്നതിനെ പൊതുവിൽ ഒരു മോശം കാര്യമായാണ് കണക്കാക്കി വരുന്നത്, പ്രത്യേകിച്ച് പരസ്യമായി ഏമ്പക്കം വിടുന്നത്. ആരെങ്കിലും എന്തെങ്കിലും മോശം കരുതുമോ എന്നാണ് എല്ലാവരുടെയും പേടി. എന്നാൽ ഏമ്പക്കം വിടുമ്പോൾ അതിനെ സ്വയം നിയന്ത്രിക്കുകയോ അകത്തേക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം നമ്മുടെ വയറ്റിനകത്തുള്ള എക്സ്ട്രാ എയർ, അതായത് അധികമുള്ള വായു പുറത്തേക്ക് പോകുന്നതാണ് ഏമ്പക്കമായി മാറുന്നത്. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ഭക്ഷണപാനീയങ്ങൾ കഴിക്കുമ്പോഴുമെല്ലാം ഒരളവ് വരെ വായു അല്പാൽപമായി നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. ഇതിനു പുറമെ ഭക്ഷണ സാധനങ്ങൾ വയറിനകത്ത് വിഘടിച്ച് ദഹിക്കുന്ന സമയത്തും ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന വായു എല്ലാം പുറത്തേക്ക് പോകണം. ഏമ്പക്കമാണ് ഇതിന് ഏറെയും സഹായിക്കുന്നത്. കാർബണേറ്റഡ് പാനീയങ്ങൾ കുടിക്കുന്നത്, പുകവലിക്കുന്നത്, വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, ഇടയ്ക്കിടെ ചൂയിംഗം ചവയ്ക്കുന്നത് എല്ലാം വയറ്റിൽ അധികം ഗ്യാസ് ഉണ്ടാക്കുകയും ഏമ്പക്കം കൂടുതലാകാനും കാരണമാകും. ചില ദിവസങ്ങളിലെ ഡയറ്റ് ഗ്യാസ് അധികമാക്കുന്നതിലേക്കും നയിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭക്ഷണശേഷം 3-4 തവണ വരെ ഏമ്പക്കം വിടുന്നത് സാധാരണമാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഏമ്പക്കം അധികമാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് സാധാരണമല്ല. പ്രധാനമായും ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾ, IBS അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് ഏമ്പക്കം കൂടുതലായി കാണുക. ഇവരുടെ വയറിലെ ഗ്യാസിൻ്റെ അളവും അത്ര കൂടുതലായിരിക്കും. പൊതുവിൽ തുടരെ ഏമ്പക്കം വരുന്നുവെങ്കിൽ ഒരു ഗ്യാസ്ട്രോ സ്പെഷ്യലിസ്റ്റിനെ കാണാവുന്നതാണ്. എന്തുകൊണ്ടാണ് അധികമായി ഗ്യാസ് ഉണ്ടാകുന്നത്? ഭക്ഷണത്തിലോ ജീവിത രീതിയിലോ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? അതോ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കാനും പരിഹരിക്കാനും ഇത് സഹായിക്കും. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട വീഡിയോകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോർട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോർട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോർട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. Ethnic Health Code, forward to good health.